ഹലോ നീ എത്തിയോ? ഞാൻ വന്നു. ഓക്കെ. നിങ്ങൾ എവിടെയാ? ഞാൻ പുറത്തുണ്ട്. വന്നോ? വന്നു. ഓക്കെ ശരി. അമ്മ ലക്കി. ആര്? അല്ല ലക്ഷ്മി. ശരി. നോക്കണേ. ഇത് ആരുടെ കഫേ? അമ്മ വന്ന് അടുത്ത് നിന്നാ പിന്നെ ഒന്നും നോക്കണ്ട, രണ്ടും കൽപ്പിച്ച് കാലിലങ്ങ് വീണേക്കും. അതോടെ അമ്മ ഫ്ലാറ്റ്. അയ്യോ എന്റെ കാല്. അയ്യോ എന്താ ലക്ഷ്മി? അല്ല അമ്മയുടെ കാലിലെന്താ? കാലൊന്നുമില്ല, ഞാൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിട്ട്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അമ്മ അയ്യോ എന്ത് പറ്റി അമ്മേ? മോനെ കുറച്ച് വെള്ളം. ഇവിടെ താൻ എന്ത് പണിയാണ് പേടിച്ചിട്ട് നമുക്ക് BP ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. കുഴപ്പമായി. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? ഓക്കെ അല്ലേ? എന്നോട് എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞതാ? ഒരാഴ്ച മുമ്പ്. എന്നിട്ട് 2 പേര് അറേഞ്ച് ചെയ്യാൻ നിനക്ക് പറ്റി. എടാ 5-6 പടമായില്ലേ നീ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇല്ലേ? നീ ഇപ്പോഴും ഈ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ റീസൺ എന്താ നിനക്കറിയാമോ? ഇതാണ്, ഈ ആർട്ടിസ്റ്റിന്റെ കൂടെ നടന്ന് നിനക്ക് ഫോട്ടോ എടുക്കണം, നാട്ടുകാരെ കാണിക്കണം, ഇതല്ലാണ്ട് എന്തെങ്കിലും പണി നിനക്കറിയാമോ? അതല്ല ഏട്ടാ, ചെറിയ 2 സീനിലേക്ക് ആയതുകൊണ്ട് ആരും വരുന്നില്ല. പിന്നെ അതുമല്ല ഈ റോളായതുകൊണ്ട് ആരും വരുന്നില്ല. വരുത്തി കാണിച്ചിട്ടെ ഞാൻ എത്ര പേര് വരും അറിയാമോ? ഞാൻ 2 ദിവസം മുമ്പ് നിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എടാ ഒരു മിനിമം ആത്മാർത്ഥം കാണിക്കണം ചെയ്യുന്ന ജോലിനോട്. അതല്ല ചേട്ടാ, ഞാൻ ഒരുപാട് നോക്കി. എന്നിട്ട് ആളവിടെ നിഷാദെ ഈ വെറുതെ സെറ്റിലേക്ക് വെറുപ്പിക്കാൻ വേണ്ടി സെറ്റിലേക്ക് വരരുത്, മനസ്സിലായില്ലേ? ആയിരക്കണക്കിന് പിള്ളേരാണ് പുറത്തു നടക്കുന്നത് ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. താല്പര്യമില്ലെങ്കിൽ നിർത്തിയിട്ട് പോടാ. ചേട്ടാ എന്താടാ? നിഷാദ് പോവാണ്. ഒരു സെറ്റിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആദ്യമായിട്ടൊന്നുമല്ല ഇറങ്ങിപ്പോകുന്നത്. അല്ല ഞാൻ വേണമെങ്കിൽ പോയി സംസാരിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാന്ന് ചേട്ടാ. എടാ ഓരോ സെറ്റിൽ ഓരോ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് വിളിക്കുന്ന തെറിയേക്കണം നീ. ഞാനതൊന്നും ചെയ്യുന്നില്ല, അതിന്റെ തരം കാണുകയാണ് ഇവന്മാര്. എന്നാലും ഞാൻ പോയി സംസാരിച്ചോട്ടെ. ഒരുമാതിരി പുതിയ ആൾക്കാരെ കിട്ടുമ്പോൾ പഴയ ആൾക്കാരെ വേണ്ടെന്നുള്ള പരിപാടി. നിഷാദെ നിനക്കിപ്പോൾ സമാധാനമായല്ലോ. എടാ ഇവിടെ നിന്ന് പോയ അടുത്ത നിമിഷം ഞാൻ അടുത്ത വർക്കിൽ കയറും. എനിക്കതിന് മാത്രമുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. നിഷാദിന് എന്തോ എന്നെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ ഒരാളെ പുറത്താക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? കിട്ടുന്നുണ്ടല്ലോ, നീ ആ ജയരാജിന്റെ ഗുഡ് ബുക്കിൽ കയറിയില്ലേ? ചുമ്മാ അങ്ങനെ ഒരു ചീപ്പ് പൊളിറ്റിക്സ് കളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ അതുമല്ല, ഇത്രയൊന്നും ചീത്തയാക്കാതെ ഏത് അസിസ്റ്റൻ്റാണ് ഒരു ഡയറക്ടറായിട്ടുള്ളത്? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാൾ സെറ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അന്വേഷിച്ചാലും അറിയാൻ പറ്റും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. വെറും 2 ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യത്തിലാണ് നിഷാദിനെ പുറത്താക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അതിൻ്റെ നാണക്കേട്? അയ്യോ അത് ഞാൻ ആലോചിച്ചില്ല. എന്നൊരു പണി, ഞാൻ ജയരാജ് സാറിനോട് സംസാരിക്കാം. വാ. അല്ല മച്ചാനെ, 2 ആർട്ടിസ്റ്റ് നാളെ രാവിലത്തേക്ക് വേണ്ടതാ. 2 സോംബി അല്ലേ? അത് സെറ്റാക്കാം മച്ചാനെ. ഇപ്പം എന്തായാലും അവിടെ ക്യാമറ വെച്ച് അടുത്ത് ഷോട്ട് എടുക്കാൻ പോവാം. ബാ അത് നോക്കാം.